കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. Hi everyone, so welcome to IGNOU Focus 3.0 where we are going to discuss IGNOU previous year questions. So മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബിക്കോസ് ആസ് വി ഓൾ നോ ദറ്റ് നിങ്ങൾ എല്ലാവരും എക്സാം പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ദറ്റ് ഡിസംബർ 2024 എക്സാം എഴുതാൻ പോകുന്ന ലേണേഴ്സ് എല്ലാവരും തന്നെ എന്താണ് നമ്മളുടെ എക്സാമിന്റെ പ്രിപ്പറേഷൻസിലായിരിക്കും. സോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് ഇഗ്നോ ഫോക്കസ് 3.0 എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ മുൻകാലത്തുള്ള ചോദിച്ചിട്ടുള്ള ഒരു 5 ഇയേഴ്സ് എടുത്താൽ അതിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. സോ ദറ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഏതൊക്കെ പോർഷൻസ് ആണ് ഏറ്റവും കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, അതുപോലെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണ് എന്നൊക്കെയുള്ളത് നമ്മൾ പല രീതികളിലായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പേപ്പർ എന്ന് പറയുമ്പോൾ സോഷ്യൽ വർക്കിന്റെ തന്നെ MSW 005 ആണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. സോ കമ്മിങ് ടു ഇൻട്രൊഡക്ഷൻ, ഈ പറയുന്ന ഇഗ്നോ ടേം എക്സാമിനേഷൻ PYQUA പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ്. ആൻഡ് ഓൾസോ ഇതിന് നമുക്കൊരു പ്രെഡിക്റ്റീവ് എക്സാം ഗൈഡ് എന്നും പറയാം. നമ്മളുടെ ഈ പറയുന്ന അപ്കമിംഗ് ആയിട്ടുള്ള ഇഗ്നോ ടേം എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് ഒന്ന് എന്ത് ചെയ്യുക, അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ. ആൻഡ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് MSW 005 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് സൂപ്പർവിഷൻ എന്ന് പറയുന്ന പേപ്പർ ആണ്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദിസ് ഗൈഡ്, it combines data-driven insights with a strategic approach to streamline your exam preparation, ensuring you focus on the most relevant and high impact topics. Okay, ഏറ്റവും relevant ആയിട്ടുള്ളതും ഏറ്റവും impact ഉള്ള topics ആയിരിക്കും that we are going to discuss here. So next slide. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് അപ്രോച്ച് നോക്കിയാൽ the primary objective എന്ന് പറയുന്നത് ഇഗ്നോ സിലബസ് അനലൈസ് ചെയ്യുന്നതിലൂടെയും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്നതിലൂടെയും നിങ്ങളെ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ നല്ല രീതിയിൽ എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഗൈഡിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ്, റെക്കറിംഗ് ആയിട്ടുള്ള തീംസ് എന്താണ്, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് എങ്ങനെയാണ്, അതിലെ ട്രെൻഡ്സ് എങ്ങനെയാണ് പോകുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന MSW 005 എക്സാമിനേഷന് കുറച്ചുകൂടെ നിങ്ങളുടെ സക്സസിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ഇഗ്നോ ഫോക്കസ് 3.0 PYQ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. And additionally, the document incorporates predictive analysis and expertly crafted model answers to bridge the gap between academic theory and exam application. So, ഈ പറയുന്ന ഗൈഡിൽ മെയിൻ ആയിട്ടും എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ അപ്രോച്ച് എന്ന് പറയുമ്പോൾ സിലബസ് മാപ്പിംഗ് ഉണ്ട്. അതിൽ നമുക്ക് പാസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഫ്രീക്വൻസി ആൻഡ് റെലവൻസ് ഓഫ് പല പല ടോപ്പിക്സ് വെച്ചിട്ട് ദറ്റ് വി ആർ മാപ്പിംഗ് ദ സിലബസ്. അതുപോലെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനാലിസിസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ടൈപ്സ് എങ്ങനെയാണ്, ഫോർമാറ്റ്സ് എങ്ങനെയാണ്, ടോപ്പിക് വെയിറ്റേജ് എങ്ങനെയാണെന്നുള്ള രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് എന്താ പറയാ പ്രോബബിൾ ആയിട്ട് ചോദിക്കാൻ ചാൻസ് എക്സാം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോഡൽ ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു, പ്രൊവൈഡിങ് ഹൈ ക്വാളിറ്റി ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ടു അലൈൻ വിത്ത് ഇഗ്നോസ് ഗ്രേഡിംഗ് സ്റ്റാൻഡേർഡ്സ്. നെക്സ്റ്റ് ഡോക്യുമെന്റ് സ്ട്രക്ചർ പറയാനാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ഇൻട്രൊഡക്ഷൻ. സോ ഇൻട്രൊഡക്ഷനിൽ പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഈ പറയുന്ന MSWന് വേണ്ടിയിട്ട് അതിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, മെത്തഡോളജി, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ ഓഫ് MSW 005 ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിലബസ് മാപ്പിംഗ് ഉണ്ട് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. നമ്മൾ
MS-W005 സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മാപ്പ് ചെയ്യാണ്. കീ ഏരിയാസ് ഏതൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്. സോ നമുക്ക് ഹയസ്റ്റ് എക്സാം റിലവൻസോട് കൂടിയുള്ള ഫോക്കസ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അലൗ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ അനാലിസിസ് എങ്ങനെയാണ്, അതായത് നമ്മുടെ പാസ്റ്റ് പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എസ്സേസ് ആണോ ഷോർട്ട് നോട്ട്സ് ആണോ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതുപോലെ റെക്കറിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്. അപ്പം ഇതിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ അപ്കമിംഗ് ആയിട്ടുള്ള എക്സാം ഇപ്പോൾ December 2024 എടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളൊരു ഇൻസൈറ്റ്സ് ദാറ്റ് എന്താ പറയുക, യു വിൽ ഗെറ്റ് ആൻ ഐഡിയ ആഫ്റ്റർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ. Then repeated questions analysis by blocks, units and topics ആണ്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ടൈംസിൽ ഈ പറയുന്ന പ്രീവിയസ് എക്സാംസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ മൾട്ടിപ്പിൾ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ളത്, ദറ്റ് വി ആർ ഗോയിങ് ടു ഹൈലൈറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് വിച്ച് ഹെൽപ്സ് യു ടു പ്രയോറിറ്റൈസ് എസെൻഷ്യൽ ടോപ്പിക്സ് ആൻഡ് കോൺസെപ്റ്റ്സ്. ദ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ഉണ്ട്. സോ നമ്മളുടെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ട്രെൻഡ്സും സിലബസ് അപ്ഡേറ്റ്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ഏതാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ഡിസംബർ ടേം എക്സാമിനേഷൻ 2024 ആണ്. നമ്മളൊരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ആൻ ഐഡിയ റിഗാർഡിംഗ് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നുള്ള രീതിയിൽ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമുക്കൊരു എന്താ പറയാ, നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് യു ക്യാൻ ട്രൈ. നിങ്ങൾക്ക് തന്നെ ഈ പറയുന്ന എന്താ ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മോക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാം. Then model answers with evaluation criteria ആണ്. So with this includes expertly crafted answers for expected questions, emphasizing key points and grading criteria to align with IGNO's assessment standards. IGNOന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ എന്തൊക്കെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് വേണോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മോഡൽ ആൻസേഴ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതാണ് 7th പോയിന്റിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രഡിക്റ്റീവ് അനാലിസിസിന്റെയും മോഡൽ ആൻസേഴ്സിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി ടൈം കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ നിങ്ങളുടെ ഒരു അറ്റൻഷനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഓക്കെ ഇന്ന പോർഷൻസ് ആണ് ഏറ്റവും കൂടുതലും ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു സെഷൻസ് മാത്രം നിങ്ങൾക്ക് അറ്റൻറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പഠിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് അഡീഷണലി ദ ഇൻക്ലൂഷൻ ഓഫ് മോഡൽ ആൻസേഴ്സ് ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ആൻഡ് ഡെപ്ത് റിക്വയർഡ് ടു അച്ചീവ് ടോപ്പ് ഗ്രേഡ്സ്, ഓഫറിംഗ് എ ബെഞ്ച് മാർക്ക് ഫോർ സെൽഫ് അസസ്മെന്റ് ആൻഡ് ഇംപ്രൂവ്. Then why this guide is unique to MSW005 എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ MSW005 എന്ന് പറയുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ പേപ്പർ എടുക്കുമ്പോൾ we can see that അവിടെ ഒരു ഇന്റഗ്രേഷൻ ആണ്. തിയററ്റിക്കൽ നോളജിനെ പ്രാക്ടിക്കൽ സ്കിൽസ് ആയിട്ട് that we are integrating അല്ലെങ്കിൽ കമ്പൈനിങ്. അപ്പൊ നമുക്ക് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കത്തിലും സൂപ്പർവിഷനിലും ഒക്കെ എന്തൊക്കെ സ്കിൽസ് വേണം, എങ്ങനെയൊക്കെ നമുക്ക് അവിടെ പോയിട്ട് പ്രാക്ടിക്കലി നമുക്ക് അവിടെ ഫീൽഡ് വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു എംഫസൈസ് ആണ് MSW005 നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദീസ് ഗൈഡ് റിഫ്ലെക്ട്സ് ദീസ് യൂണിക് ആസ്പെക്ട്സ് ബൈ പ്രയോറിറ്റൈസിംഗ് ക്വസ്റ്റ്യൻസ് ഓൺ ഫീൽഡ് വർക്ക് മോഡൽസ്, സൂപ്പർവിഷൻ സ്റ്റൈൽസ് ആൻഡ് സോഷ്യൽ വർക്ക് കോമ്പിറ്റൻസീസ്. അതേപോലെ തന്നെ നമ്മൾ ഫീൽഡ് വർക്ക് ഇൻ ബോത്ത് കൺവെൻഷണൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ലേണിംഗ് കോണ്ടെക്സ്റ്റ് എടുത്താലും നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് അഡ്രസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ വർക്ക് പ്രിൻസിപ്പിൾസ് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിന്റെ ആപ്ലിക്കേഷൻസ് ലൈക്ക് പല പല സെറ്റിംഗ്സ് എടുത്താലും ഹെൽത്ത് കെയർ എടുത്താലും എഡ്യൂക്കേഷൻ എടുത്താലും എൻജിഒ എടുത്താലും ഇവിടെയൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് ആണ്. ബ്ലോക്ക് വൈസ് മാപ്പിംഗ് ആൻഡ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരോ ബ്ലോക്ക് എടുക്കുകയാണ്. ബ്ലോക്ക് 1 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. ഇപ്പം നമ്മളൊരു യൂണിറ്റ് 1 എടുത്താൽ അതിൽ ഏറ്റവും കൂടുതലും ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഏതാണ്, എത്ര തവണ ആ ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ 5 ഇയർ എടുക്കുമ്പോൾ, ദെൻ ഇമ്പോർട്ടന്റ് ലെവൽ എങ്ങനെയാണ്, ഹൈ ആണോ മീഡിയം ആണോ ലോ ആണോ എന്ന്. അപ്പൊ നമുക്ക് യൂണിറ്റ് 1 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം കോൺസെപ്റ്റ് എടുത്താൽ അവിടെ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഡെഫിനേഷൻ ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഉണ്ട്, ദെൻ മോഡൽസ്, തീംസ്, അപ്രോച്ചസ്, കോമ്പിറ്റൻസസ് ഒക്കെയാണ്. ഇത് 15 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻസ് വളരെ എന്താണ്, ഹൈ ആണ്. ദെൻ യൂണിറ്റ് 2 നമ്മൾ എടുക്കുമ്പോൾ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം എടുത്താൽ അവിടെ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം എങ്ങനെയാണ് US ഡെവലപ്പ് ചെയ്ത് വന്നത്, വോളണ്ടിയറിംഗും ഇന്റർഡിസിപ്ലിനറി പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളതാണ് അവിടെ ഏറ്റവും കൂടുതലും തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ആൻഡ് ഫ്രീക്വൻസി ഇൻ പാസ്റ്റ് പേപ്പേഴ്സ് പറയുമ്പോൾ 10 ടൈംസ് ആണ്. ഇമ്പോർട്ടന്റ് ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്,
മീഡിയം ആണ്. ഓക്കെ. ദെൻ യൂണിറ്റ് 3 ഗ്ലോബൽ ആൻഡ് നാഷണൽ സിനാറിയോ. അവിടെ ടോപ്പിക്സ് ചോദിച്ചിട്ടുള്ളത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സും ഇന്ത്യൻ ആപ്ലിക്കേഷൻസും ആണ്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 8 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുമ്പോൾ മീഡിയം ആണ്. പിന്നെ യൂണിറ്റ് 4 എടുത്താൽ പ്രാക്ടിക്കം ഇൻ ഓഡിയൽ മോഡാണ്. അവിടെ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഇഗ്നോ മോഡൽ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെയാണ്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 12 ആണ്. ഇമ്പോർട്ടൻസ് ലെവൽ ഹൈ ആണ്. ഓക്കെ. സോ ബ്ലോക്ക് 2 റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം എടുത്താൽ ഈ ഒരു ബ്ലോക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസിന്റെയും സൂപ്പർവൈസേഴ്സിന്റെയും ഇൻസ്റ്റിറ്റ്യൂഷന്റെയും റോളാണ്. നമ്മളൊരു പ്രാക്ടിക്കത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ പറഞ്ഞ ആളുകൾക്കുള്ള റോൾ എന്തൊക്കെയാണെന്നുള്ളതാണ് മെയിൻ ആയിട്ടും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് യൂണിറ്റ് 1 ഓറിയന്റേഷൻ ഫോർ സോഷ്യൽ വർക്ക് ആണ്. അവിടെ ചോദിച്ചിട്ട് ഉള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ഓറിയന്റേഷൻ, സ്റ്റുഡന്റ് എക്സ്ചേഞ്ചസ് ആണ്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 6 ടൈംസ് ആണ്. ഇമ്പോർട്ടൻസ് ലെവൽ വളരെ കുറവാണ്. ദെൻ യൂണിറ്റ് 2 എന്ന് പറയുമ്പോൾ റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ആണ്. അതിൽ ചോദിച്ചിട്ടുള്ളത് റോൾ ഓഫ് സൂപ്പർവൈസർ, ലേണിംഗ് എക്സ്പെക്ടേഷൻസ് ഒക്കെയാണ്. അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ 14 തവണ ചോദിച്ചിട്ടുണ്ട്. വളരെ ഹൈ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ യൂണിറ്റ് 3 സോഷ്യൽ വർക്ക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എടുത്താൽ ഫീൽഡ് വർക്ക് സ്റ്റാൻഡേർഡ്സും യൂണിവേഴ്സിറ്റി പാർട്ട്ണർഷിപ്സും ഒക്കെയാണ് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഏറ്റവും കൂടുതൽ തവണ. ഫ്രീക്വൻസി 10 തവണയാണ്. ഇമ്പോർട്ടൻസ് മീഡിയം ആണ്. യൂണിറ്റ് 4 പ്രിൻസിപ്പിൾസ് ആൻഡ് സ്കിൽസ് ആണ്. പ്രിൻസിപ്പിൾസ് ആൻഡ് സ്കിൽസ് എന്ന് പറയുമ്പോൾ വെരി ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഒരു പ്രാക്ടിക്കൽ നമ്മൾ പോയി ചെയ്താലും നമുക്ക് സ്കിൽസും പ്രിൻസിപ്പിൾസും ഇല്ലെങ്കിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പ്രോപ്പർ ആയിട്ട്. സോ അവിടെ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഏജൻസി പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് ആണ്. അവിടെ ഫ്രീക്വൻസി നമ്മൾക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ 18 ടൈംസ് ആണ്. ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ വളരെ ഹൈ ആണ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 3 ഫീൽഡ് വർക്ക് സൂപ്പർവിഷൻ ആണ്. സോ ഈ ഒരു ബ്ലോക്കിൽ സൂപ്പർവിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, അതുപോലെ നമ്മൾ മോഡൽസ് അഡ്രസ് ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്സും അതുപോലെ ഫീൽഡ് വർക്കിലുള്ള ചാലഞ്ചസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അവിടെ യൂണിറ്റുകൾ നോക്കിയാൽ യൂണിറ്റ് 1 മോഡൽസ് ആൻഡ് മോഡ്സ് ഓഫ് സൂപ്പർവിഷൻ. ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ടാസ്ക് മോഡൽ, കൾച്ചറൽ കോണ്ടെക്സ്റ്റുകൾ. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 10 തവണയാണ്. ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആണ്. യൂണിറ്റ് 2 എടുത്താൽ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട് ആണ്. ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ സൂപ്പർവൈസറി സ്റ്റൈൽസ്, അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുക, അതൊക്കെയാണ് ടോപ്പിക്സ് ചോദിച്ചിട്ടുള്ളത്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 15 ടൈംസ് ആണ്. ഇമ്പോർട്ടൻസ് ലെവൽ ഹൈ ആണ്. ഓക്കെ. ദെൻ യൂണിറ്റ് 3 എന്ന് പറയുമ്പോൾ സപ്പോർട്ടീവ് ഫംഗ്ഷൻസ് ഇൻ സൂപ്പർവിഷൻ ആണ്. അവിടെ ചോദിച്ചിട്ടുള്ള ടോപ്പിക് സ്ട്രെസ് മാനേജ്മെന്റ്, പ്രൊഫഷണൽ ബൗണ്ടറീസ് ഒക്കെയാണ്. ഫ്രീക്വൻസി 9 തവണയാണ്. 9 തവണ ഈ ടോപ്പിക്സുകൾ മാറി ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആണ്. യൂണിറ്റ് 4 എന്ന് പറയുമ്പോൾ ഓഡിയൽ മോഡ് സൂപ്പർവിഷൻ ആണ്. അവിടെ റോൾസും ക്വാളിറ്റീസ് ഓഫ് സൂപ്പർവൈസർ ആണ്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 16 ടൈംസ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്യുക, 16 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുമ്പോൾ ഹൈ ആണ്. ഓക്കെ. നെക്സ്റ്റ് ബ്ലോക്ക് 4 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഇൻ വേരിയസ് സെറ്റിംഗ്സ് ആണ്. പല പല സെറ്റിംഗ്സ് എടുത്താൽ അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന സോഷ്യൽ വർക്കർ പ്രാക്ടിക്കം എങ്ങനെയാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതാണ്. സോ യൂണിറ്റുകൾ നോക്കിയാൽ യൂണിറ്റ് 1 ഇൻഡിവിജ്വൽ, ഫാമിലീസ്, കമ്മ്യൂണിറ്റീസ്, അവിടുത്തെ ടോപ്പിക്സ് ചോദിച്ചിട്ടുള്ളത് ഫീൽഡ് വർക്ക് പ്രാക്ടീസസ് ഇൻ വേരിയസ് ഗ്രൂപ്പ്സ് ആണ്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 14 തവണയാണ്. ഇമ്പോർട്ടൻസ് ലെവൽ വളരെ ഹൈ ആണ്. ഈ യൂണിറ്റ് 2 എടുത്താൽ മെഡിക്കൽ, സൈക്യാട്രി, ചൈൽഡ് കെയർ ഒക്കെയാണ്. അപ്പൊ അവിടുത്തെ ടോപ്പിക്സ് ഹെൽത്ത് കെയർ, ചൈൽഡ് കെയർ, സോഷ്യൽ വർക്ക് ആണ്. ഫ്രീക്വൻസി ഇൻ പാസ്റ്റ് പേപ്പേഴ്സ് 13 ആണ്. ഇമ്പോർട്ടൻസ് ലെവലും ഹൈ ആണ്.
ദെൻ യൂണിറ്റ് 3 എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആണ്. ടോപ്പിക്സ് സ്കൂൾ ആൻഡ് റിസർച്ച് ബേസ്ഡ് സോഷ്യൽ വർക്ക് ആണ്. അവിടെ ഫ്രീക്വൻസി നമുക്ക് ചോദിച്ചാൽ 7 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുമ്പോൾ മീഡിയം ആണ്. പിന്നെ യൂണിറ്റ് 4 എടുത്താൽ കറക്ഷണൽ സർവീസസ് ആണ്. ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ പ്രിസൺ സിസ്റ്റംസ്, എൻജിഒ റോൾസ് ഒക്കെയാ. അവിടുത്തെ ഫ്രീക്വൻസി ചോദിച്ചിട്ടുള്ളത് 8 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുമ്പോൾ മീഡിയം ആണ്. ദെൻ യൂണിറ്റ് 5 കോർപ്പറേറ്റ് സെക്ടർ ആൻഡ് എൻജിഒസ് എടുത്താൽ ടോപ്പിക്സ് ചോദിച്ചിട്ടുള്ളത് CSR, എൻജിഒ ഫീൽഡ് വർക്ക് ആണ്. 12 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻസ് ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹൈ ആണ്. ഓക്കെ, അപ്പം അങ്ങനെ ഹൈ ഏരിയാസ് നോക്കിയിട്ട് ദറ്റ് യു ഹാവ് ടു എന്താണ് സ്പെൻഡ് മോർ ടൈം ഓൺ ദാറ്റ് ടോപ്പിക്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. നെക്സ്റ്റ് നമുക്കൊരു വിഷ്വൽ അനാലിസിസ് നമുക്ക് നോക്കാം. സോ ഇവിടെ ബ്ലോക്ക് 1 20% ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻഡ് ഹൈ ഫോക്കസ് വരുന്ന യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ 1 and 4 ആണ്. ദെൻ ബ്ലോക്ക് 2 25% ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സിഗ്നിഫിക്കന്റ് റേറ്റ് ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറയുമ്പോൾ യൂണിറ്റ് 2 and 4 ആണ് വരുന്നത്. ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ 30% ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ക്രോസ് യൂണിറ്റുകളായിട്ട് നമുക്ക് അങ്ങനെ ഇന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നില്ല. എല്ലാ യൂണിറ്റുകളും എന്ത് ചെയ്യാം, മാക്സിമം നോക്കുക. ബ്ലോക്ക് 4 25% ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഹൈ റെലവൻസ് ഫോർ യൂണിറ്റ് 1, 2 and 5. അപ്പൊ ഇങ്ങനെ ഹൈ ഫോക്കസ് ഉള്ള യൂണിറ്റ്സുകൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്തിട്ട് അതിന് കുറച്ചുകൂടി ടൈം അലോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് അക്രോസ് ബ്ലോക്സ് നോക്കിയാൽ ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ബ്ലോക്ക് 3 ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കിയാൽ ബ്ലോക്ക് 2 and ബ്ലോക്ക് 4 സെയിം ആണ്. ആൻഡ് ലാസ്റ്റ് ഒരു ലീസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് 1 ആണ്. ഓക്കെ, ഇനിയിപ്പോ ചാർട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് അക്രോസ് ബ്ലോക്സ് ആണ്. So a bar graph visually showing the number of questions asked from each block highlight the importance of block 3 and 4. നമുക്ക് നോക്കിയാൽ അറിയാം ബ്ലോക്ക് 3 and ബ്ലോക്ക് 4 ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്യുന്ന ബ്ലോക്സ് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കീ ഒബ്സർവേഷൻസ് എന്ന് പറയുമ്പോൾ ഹൈ ഇമ്പാക്ട് ടോപ്പിക്സ് ഏതാണ്, സൂപ്പർവൈസറി റോൾസ് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റുകൾ, കോമ്പിറ്റൻസീസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഫീൽഡ് വർക്ക് പ്രാക്ടീസുകൾ, ഇതൊക്കെ ഡോമിനേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മീഡിയം ഇമ്പാക്ട് ടോപ്പിക്സ് പറഞ്ഞാൽ global standards, interdisciplinary practices, research applications are tested moderately. അതൊക്കെ കുറച്ച് മോഡറേറ്റ് ടൈപ്പ് ഓഫ് എന്താണെങ്കിലും കുറച്ച് മീഡിയം ഇതിൽ നിന്നുകൊണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്സുകളാണ് ഈ പറഞ്ഞത്. ഇപ്പൊ ലോ ഇമ്പാക്ട് ആണെന്നുണ്ടെങ്കിൽ ഓറിയന്റേഷൻ ആക്ടിവിറ്റീസും ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ്. ഓക്കെ, അത്രയാണ് ചോദിച്ചിട്ടുള്ളത്. കുറച്ചൊരു ലോ ഇമ്പാക്ട് ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. സോ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് എന്ന് പറയുമ്പോൾ ദ ഇഗ്നോ ടേം എക്സാമിനേഷൻ ഫോർ MSW primarily uses the following question format. താഴെയുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റുകളാണ് എന്താണ് ചോദിച്ചിട്ടുള്ളത്. essay ക്വസ്റ്റ്യൻസ് ഉണ്ട്, 600 വേർഡ്സ് ആണ്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ദ സെൻട്രൽ തീംസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം. സോ ടിപ്പിക്കലി ഇത് അഡ്രസ് ചെയ്യേണ്ടത് കുറച്ചുകൂടെ ബ്രോഡ് ആയിട്ടാണ്, കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ട് കോൺസെപ്റ്റൽ ആയിട്ടുള്ള ടോപ്പിക്സുകൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ 150 to 300 വേർഡ്സ് ആ. അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ഐഡിയാസ് എന്താണ്, തിയറീസ് എന്താണ്, ആപ്ലിക്കേഷൻസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ മെൻഷൻ ദ റോൾസ് ഓഫ് എ ഫീൽഡ് വർക്ക് സൂപ്പർവൈസർ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്രിറ്റിക്സ് ആൻഡ് റിഫ്ലക്ഷൻസ് ആണ്. essay സ്റ്റൈൽ 600 വേർഡ്സിന്റെ ആണ്. തിയറീസും മോഡൽസും കേസ് ബേസ്ഡ് ആപ്ലിക്കേഷൻസും ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അവിടെയുള്ള ഒരു എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രൈബ് ദ ടാസ്ക് മോഡൽസ് ഓഫ് സൂപ്പർവിഷൻ വിത്ത് എക്സാമ്പിൾസ് ചോദിക്കുന്നുണ്ട്. ദെൻ കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളുടെ തിയററ്റിക്കൽ കോൺസെപ്റ്റിനെ നിങ്ങൾക്ക് ഒരു സഡൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തരുവാണ്, നിങ്ങൾ പ്രാക്ടിക്കലി അതിനെ എങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരു റിയൽ വേൾഡ് സിനാരിയോ ആയിട്ടായിരിക്കും അങ്ങനെയുള്ള കേസ് സ്റ്റഡീസ് വരുന്നത്. ദിസ് നമ്മൾ ഓഫ് കോഴ്സ് ഈ പറയുന്ന എന്താ പറയാ, ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഫീൽഡ് വർക്ക് സൂപ്പർവിഷൻ പ്രാക്ടിക്കൽ ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേസ് സ്റ്റഡീസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ഫീൽഡ് വർക്ക് പ്രാക്ടീസ് വിത്ത് കമ്മ്യൂണിറ്റീസ് യൂസിങ് എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റിയിലുള്ള ഫീൽഡ് വർക്ക് പ്രാക്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ്സ് ആണ്. നമുക്ക് പാസ്റ്റ് എക്സാം പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ താഴെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹൈ ഇമ്പാക്ട് ആയിട്ടുള്ള ബ്ലോക്സും യൂണിറ്റ്സുകളും ഏതാണെന്ന്. സോ ബ്ലോക്ക് 3 ഫീൽഡ് വർക്ക് സൂപ്പർവിഷനിൽ ചോദിച്ചിട്ടുള്ള ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ടോപ്പിക്സുകളാണ് ടാസ്ക് മോഡൽ, സൂപ്പർവൈസറി റിലേഷൻഷിപ്സ്, ഡീലിംഗ് വിത്ത് കോൺഫ്ലിക്റ്റ്. ടിപ്പിക്കലി essay ക്വസ്റ്റ്യൻസ് ആയിട്ടും ഷോർട്ട് നോട്ട്സ് ആയിട്ട് വരാറുണ്ട്. ബ്ലോക്ക് 4 എടുത്താൽ
അതായത് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഇൻ വേരിയസ് സെറ്റിംഗ്സ് എടുത്താൽ പോപ്പുലർ ആയിട്ടുള്ള ടോപ്പിക്സ് ഫീൽഡ് വർക്ക് ഇൻ NGOs, ഹെൽത്ത് കെയർ, സോഷ്യൽ വർക്ക് ആൻഡ് കോർപ്പറേറ്റ് സെക്ടർ റോൾസ് ആണ്. കേസ് സ്റ്റഡീസും ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് മീഡിയം ഇമ്പാക്ട് ആയിട്ടുള്ള ബ്ലോക്സും യൂണിറ്റ്സും ആണ് ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. അതിൽ ബ്ലോക്ക് 2 റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം എടുത്താൽ ടോപ്പിക്സ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഫോർ ഏജൻസി പ്രാക്ടീസ് ആണ് ചോദിക്കുന്നത്. ഷോർട്ട് നോട്ട്സ് ആയിട്ടും ക്രിട്ടിക്സ് ആയിട്ടും ചോദിക്കാറുണ്ട്. ബ്ലോക്ക് 1 എടുത്താൽ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് ഓവർവ്യൂ എടുത്താൽ മോഡൽസ് ഓഫ് പ്രാക്ടിക്കം, കോമ്പിറ്റൻസീസ് പോലുള്ള ടോപ്പിക്സുകളാണ് എന്താണ് അപ്പിയർ ചെയ്യുന്നത്. ദെൻ പാറ്റേൺസ് ഓവർ റീസെന്റ് ഇയേഴ്സ്, ഈ പറയുന്ന ഒരു കുറച്ച് നാളത്തെ പാറ്റേൺസ് നമ്മൾ ഡിസ്കസ് ചെയ്താൽ പ്രാക്ടിക്കം ഇൻ ദ ഡിസ്റ്റൻസ് മോഡ് ആൻഡ് എത്തിക്കൽ ലീഗൽ ആസ്പെക്ട് എന്ന് പറയുന്നത് കുറച്ച് എംഫസൈസ് കൊടുത്തിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ ടാസ്ക് ഓറിയന്റഡ് സൂപ്പർവിഷൻ എന്താണ്, പല പല സെറ്റിംഗ്സ് എടുത്താൽ അവിടെയുള്ള ഫീൽഡ് വർക്ക് എങ്ങനെയാണെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ് നമുക്ക് നോക്കാം. അപ്പൊ ഓരോ ബ്ലോക്കിൽ നിന്നും ഏതൊക്കെ യൂണിറ്റ്സുകളാണ് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ളത്, ആ പറയുന്ന യൂണിറ്റുകളിൽ നിന്നും എത്ര പെർസെന്റേജ് മാർക്കാണ് വരുന്നത് എന്നുള്ളതാണ്. ബ്ലോക്ക് 1 എടുത്താൽ യൂണിറ്റ് 1 ആൻഡ് 4 ആണ് കോൺസെപ്റ്റുകൾ, ഓഡിയൽ മോഡ് പ്രാക്ടിക്കം ആണ്, 20% ഓഫ് മാർക്ക് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 എടുത്താൽ യൂണിറ്റ് 2 ആൻഡ് 4 ആണ്, റോൾസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എഗൈൻ 25% ആണ്. ബ്ലോക്ക് 3 എടുത്താൽ യൂണിറ്റ് 1 ആൻഡ് 2 ആണ്, സൂപ്പർവിഷൻ മോഡൽസ്, കോൺഫ്ലിക്റ്റുകളാണ്. അവിടുന്ന് വന്നിട്ടുള്ള മാർക്ക്, അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മാർക്ക് എന്ന് പറയുമ്പോൾ 30% ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 2, 5 ഹെൽത്ത് കെയറും NGOസും കോർപ്പറേറ്റ്സും ആണ് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ളത്. 25% ഓഫ് മാർക്സ് ആണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി മാർക്സ് ബൈ ക്വസ്റ്റ്യൻ ടൈപ്പ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് മാർക്കിനെ ഡിവൈഡ് ചെയ്യുന്നതാണ്. essay ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ 40% ആണ് വരുന്നത്, അല്ലെങ്കിൽ 40% വരുന്നത്. 100 മാർക്സ് അത് എന്ത് ചെയ്യുന്നുണ്ട്, 2 ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ 30% ആണ്. ഡിവൈഡ് among 4 to 6 ഷോർട്ട് നോട്ട്സ്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, 4 to 6 ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണെങ്കിൽ 20%, ഒരു 1-2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്രിട്ടിക്കൽ റിഫ്ലക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ 10% ആണ്, ചിലപ്പോൾ essay ആയിട്ടോ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടോ വരാറുണ്ട്. വിഷ്വൽ റെപ്രസെന്റേഷൻസ് എടുത്താൽ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ബ്ലോക്സ് എടുത്താൽ, നമുക്ക് റീസെന്റ് എക്സാംസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന ട്രെൻഡ്സ് ആണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ലൈക്ക് ഫീൽഡ് വർക്ക്, റോൾസ് ഇൻ ഹെൽത്ത് കെയർ, NGOs, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ്ഡ് ഫോക്കസ് കൊടുക്കണം. അതേപോലെ തന്നെ സ്ട്രെസ്സും സൂപ്പർവിഷനും ഒക്കെ അഡ്രസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ മോഡൽസും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. സോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ബ്ലോക്സ് ഫോർ MSW 5 നമുക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതലും ചോദിച്ചിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 3 ആണ്. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 4 അഗെയിൻ സെയിം ആയിട്ടുള്ളതാണ് ചോദിക്കുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സെയിം ആണ് വരുന്നത്. ബ്ലോക്ക് 1 20%. ഓക്കെ, ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഫോക്കസ് കൊടുക്കേണ്ടത് എന്താണ്, ഈ ബ്ലോക്ക് 3 ആണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ വരുന്നത് ബ്ലോക്ക് 4 ആൻഡ് ബ്ലോക്ക് 2, ലാസ്റ്റ് വരുന്നത് ബ്ലോക്ക് 1. അപ്പം നമ്മൾ ലീസ്റ്റ് പ്രിഫറൻസ് പറയുമ്പോൾ ഒരിക്കലും അത് കംപ്ലീറ്റ്ലി നിങ്ങൾ വിട്ട് കളഞ്ഞ് പഠിക്കണം എന്നുള്ളതല്ല. നമുക്കറിയാം നമ്മൾ പഠിക്കുമ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്.
ഫോക്കസ് ഏരിയാസ് ഫോർ പ്രിപ്പറേഷൻ ആണ് പ്രയോറിറ്റൈസ് ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4. കാരണം 50% ഓഫ് എക്സാം വെയിറ്റേജും അവിടെ നിന്ന് വരുന്നുണ്ട്. സൂപ്പർവൈസറി സ്റ്റൈൽസ്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്, ഡിസ്റ്റൻസ് ലേണിംഗ് പ്രാക്ടിക്കൽ പോലുള്ള സബ്ജക്റ്റുകൾ എന്ത് കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ എമേർജിംഗ് ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ എത്തിക്കൽ ആൻഡ് ലീഗൽ ചലഞ്ചസ് ചോദിക്കുന്നുണ്ട്, ഓഡിയൽ സ്പെസിഫിക് മോഡൽസ് ചോദിക്കുന്നുണ്ട്, ഇന്റർ ഡിസിപ്ലിനറി ആപ്ലിക്കേഷൻസും എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട്. ഇനി സ്ട്രാറ്റജിക് സ്റ്റഡി റെക്കമെൻഡേഷൻസ്, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിനെ പഠിക്കാൻ പറ്റും അതിന്റെ ഒരു സ്ട്രാറ്റജി പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്കിന് ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സിൽ നിങ്ങൾ എക്സ്ട്രാ ഫോക്കസ് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ എസ്സേസും ഷോർട്ട് നോട്ട്സും ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് ഒത്തിരി എഴുതേണ്ടതാണ് എസ്സേസും ഷോർട്ട് നോട്ട്സും. സോ അതിന്റെയൊക്കെ എഴുതുന്ന സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എസ്സേ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രാക്ടീസുകളും കാര്യങ്ങളൊക്കെ നടത്തുക വീടുകളിൽ. ഓക്കെ, അടുത്ത റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ്. ഓരോ ബ്ലോക്കിലും ഏറ്റവും കൂടുതലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റിക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, എത്ര തവണ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ മാർക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 1 എടുത്താൽ യൂണിറ്റ് 1 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ കോൺസെപ്റ്റ് എടുത്താൽ അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹൈലൈറ്റ് ദ സെൻട്രൽ തീംസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം എന്നുള്ളത്. അത് 5 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ മാർക്ക് വന്നിട്ടുള്ളത് 20 മാർക്സ് ആണ്. ഓക്കെ, പിന്നെ യൂണിറ്റ് 4 ഓഡിയൽ മോഡ് പ്രാക്ടിക്കം എടുത്താൽ ഡിസ്കസ് ഫീൽഡ് പ്രാക്ടിക്കം ഇൻ ഡിസ്റ്റൻസ് ലേണിംഗ് മോഡാണ്. അതിൽ ഫ്രീക്വൻസി 4 ടൈംസ് ആണ്, അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് 20 മാർക്സ് ആണ്. പിന്നെ ബ്ലോക്ക് 2 എടുത്താൽ യൂണിറ്റ് 2 ആൻഡ് 4 ആണ്. യൂണിറ്റ് 2 റോൾസ് ഇൻ പ്രാക്ടിക്കം, അവിടെ എക്സ്പ്ലെയിൻ ദ റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം 4 ടൈംസ് ആണ്, 20 മാർക്സ് ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മാർക്ക്. Then unit 4 communication skills, list the communication skills necessary for social workers. Frequency 3 times ആണ്, allocation 10 marks ആണ്, ഷോർട്ട് നോട്ട് ആണ് വരുന്നത്. ബ്ലോക്ക് 3 എടുത്താൽ യൂണിറ്റ് 1 സൂപ്പർവിഷൻ മോഡൽസ് ചോദിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ടുള്ള റിക്കറിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡിസ്ക്രൈബ് ഡെവലപ്മെന്റൽ ടാസ്ക് മോഡൽസ് ഓഫ് സൂപ്പർവിഷൻ. ഫ്രീക്വൻസി 6 ടൈംസ് ആണ്, അലോക്കേഷൻ എന്ന് പറയുമ്പോൾ 20 മാർക്സ് ആണ്, എസ്സേ ആണ്. യൂണിറ്റ് 3 സ്ട്രെസ് ഇൻ സൂപ്പർവിഷൻ ആണ്. ഡിസ്കസ് സ്ട്രെസ്സേഴ്സ് ലീഡിംഗ് ടു ബേൺ ഔട്ട് ആൻഡ് ഹൗ സൂപ്പർവിഷൻ അഡ്രസ്സസ് ദം. 4 ടൈംസ് ആണ്, 15 മാർക്സ് ആണ്, എസ്സേ ആണ്. ബ്ലോക്ക് 4 എന്ന് പറയുമ്പോൾ യൂണിറ്റ് 2 ചൈൽഡ് കെയർ സോഷ്യൽ വർക്ക്, എക്സ്പ്ലെയിൻ ദ ഏരിയാസ് ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ചൈൽഡ് കെയർ സെറ്റിംഗ്സ് ആണ്. 5 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 15 മാർക്സിന് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, യൂണിറ്റ് 5 എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്, CSR. റിക്കറിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദ കോർ എലമെന്റ്സ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ, 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മാർക്ക് എന്ന് പറയുമ്പോൾ 10 മാർക്ക് ആണ്. നെക്സ്റ്റ് പാറ്റേൺസ് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഹൈ ഇമ്പാക്ട് ടോപ്പിക്സ് നമുക്ക് നോക്കിയാൽ സെൻട്രൽ തീംസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ബ്ലോക്ക് 1 യൂണിറ്റ് 1 ചോദിച്ചിട്ടുണ്ട്. ഹൈ ഇമ്പാക്ട് ടോപ്പിക്സ് ആണ്. ദെൻ സൂപ്പർവിഷൻ മോഡൽസ് ബ്ലോക്ക് 3 യൂണിറ്റ് 1, ഇതൊക്കെ എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് റോൾസ് ഇൻ ഫീൽഡ് വർക്ക്. പിന്നെ എമേർജിംഗ് ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ലേണിംഗ് പ്രാക്ടീസ് പ്രാക്ടിക്കം എങ്ങനെയാണ്, അതുപോലെ ബേൺ ഔട്ട് മാനേജ്മെന്റ് റിഫ്ലെക്സ് എങ്ങനെയാണ്, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ CSR റിലേറ്റഡ് ടോപ്പിക്സ് ബ്ലോക്ക് 4 കൺസിസ്റ്റന്റ്ലി അപ്പിയർ ചെയ്യുന്നുണ്ട് റീസെന്റ് ആയിട്ടുള്ള എക്സാംസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് സമ്മറി ആയിട്ട് നോക്കാനാണെന്നുണ്ടെങ്കിൽ ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് റിക്കറിംഗ് ആയിട്ട് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളത്, ആവറേജ് മാർക്ക്, ക്വസ്റ്റ്യൻ ടൈപ്പ് എങ്ങനെയാണെന്ന്. സെൻട്രൽ തീംസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ ചോദിച്ചിട്ടുണ്ട് 20 മാർക്കിന്. ക്വസ്റ്റ്യൻ ടൈപ്പ് എസ്സേ ആണ് 600 വേർഡിന്റെ. അടുത്ത ടോപ്പിക് ഡെവലപ്മെന്റൽ ആൻഡ് ടാസ്ക് മോഡൽസ് ഓഫ് സൂപ്പർവിഷൻ ആണ്. ആവറേജ് മാർക്ക് 20 ആണ്. ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ എസ്സേ, എഗൈൻ എസ്സേ ആണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഫീൽഡ് പ്രാക്ടിക്കം ഇൻ ഡിസ്റ്റൻസ് മോഡാണ്. ആവറേജ് മാർക്ക് 20 ആണ്. ക്വസ്റ്റ്യൻ ടൈപ്പ് എസ്സേ ആണ്. ദെൻ സ്ട്രെസ്സേഴ്സ് ആൻഡ് ബേൺ ഔട്ട് ഇൻ സൂപ്പർവിഷൻ, ആവറേജ് മാർക്ക് 15 ആണ്. ക്വസ്റ്റ്യൻ ടൈപ്പ് എസ്സേ ആണ്. അടുത്തത് ടോപ്പിക് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫോർ സോഷ്യൽ വർക്കേഴ്സ് ആണ്. ആവറേജ് മാർക്ക് 10 ആണ്. ക്വസ്റ്റ്യൻ ടൈപ്പ് ഷോർട്ട് നോട്ട് 150 വേർഡിന്റെ ആണ്. അടുത്ത ടോപ്പിക് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ആവറേജ് മാർക്ക് 10 ആണ്. ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഷോർട്ട് നോട്ട് 150 വേർഡ്സ് ആണ്. അടുത്തത് സ്ട്രാറ്റജിക് റെക്കമെൻഡേഷൻസ് എടുത്താൽ ഹൈ ഫ്രീക്വൻസി ഏരിയാസ് ഏതൊക്കെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നാണ്. ഫോക്കസ് എക്സ്റ്റെൻസീവ്ലി ഓൺ ബ്ലോക്ക് 1, ഓക്കെ, കോൺസെപ്റ്റ് ആൻഡ് ഓഡിയൽ മോഡ് പ്രാക്ടിക്കം. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 3 സൂപ്പർവിഷൻ മോഡൽസ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് കൺസിസ്റ്റന്റ്ലി ടെസ്റ്റഡ് ആണ്.
അടുത്തത് ബ്ലോക്ക് 4 പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ ചൈൽഡ് കെയർ ആൻഡ് CSR എന്ന് പറയുന്നത് ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടും എസ് സെക്ഷൻസ് ആയിട്ടും ഹൈ ഫ്രീക്വൻസി ചോദിച്ചിട്ടുള്ളതാണ്, പ്രയോറിറ്റൈസ് ചെയ്യുക. Then prepare detailed essays for recurring questions in blocks 1 and 3. നമ്മൾ ബ്ലോക്ക് 1ലും 3യും ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ റിക്കറിംഗ് ക്വസ്റ്റ്യൻസിൽ നിന്നും എസ്സേസ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഡെവലപ്പ് കൺസൈസ് നോട്ട്സ് ഫോർ CSR, communication skills and similar short answer topics to handle multiple question format. Time allocation എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി 40% ഓഫ് യുവർ റിവിഷൻ ബ്ലോക്ക് 3ലേക്കും 4ലേക്കും കൊടുക്കുക. ബാക്കി എല്ലാവർക്കും എന്ത് ചെയ്യുക, അല്ലാണ്ട് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി നോക്കുക. ബിക്കോസ് ഈ പറയുന്ന 40% കൊടുക്കാൻ പറയുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബിക്കോസ് ദേ കോൺട്രിബ്യൂട്ട് ഹെവിലി ടു ഓവറോൾ മാർക്ക്. ഏറ്റവും കൂടുതൽ മാർക്ക് ഈ പറയുന്ന ബ്ലോക്കുകളിൽ നിന്നുമാണ് വരുന്നത്. അടുത്ത ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ് ആണ്. പ്രോബിലിറ്റി റേറ്റിംഗ്സ് ഫോർ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ്. ഓരോ ബ്ലോക്കിലും ഏതൊക്കെ യൂണിറ്റുകൾക്കാണ് പ്രോബിലിറ്റി ഹൈ, ലോ, മീഡിയം അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ യൂണിറ്റുകൾക്ക് ഹൈ പ്രോബിലിറ്റി വരുന്നുണ്ട്, ഏതൊക്കെ എന്താണ് ടോപ്പിക്സ് മീഡിയം വരുന്നുണ്ട്, ലോ വരുന്നുണ്ട് എന്നൊക്കെയാണ് അതിന് ജസ്റ്റിഫിക്കേഷൻസ് നമ്മൾ പറയുന്നുണ്ട്. സോ ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ സെൻട്രൽ തീംസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കും അവിടുത്തെ പ്രോബിലിറ്റി വെരി ഹൈ ആണ്. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ആണ്, എസ്സേസ് ഒക്കെ ആയിട്ട് പാസ്റ്റ് 5 ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ടോപ്പിക് അല്ലെങ്കിൽ യൂണിറ്റ് ഫീൽഡ് വർക്ക് പ്രാക്ടിക്കും ഇൻ ഡിസ്റ്റൻസ് മോഡാണ്, ഹൈ പ്രോബിലിറ്റി ആണ്. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് അപ്പിയർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് എന്താ പറയാ, ഓഡിയൽ റെലവൻസോട് കൂടി തന്നെ ക്വസ്റ്റ്യൻസ്, അതായത് ഓഡിയൽ നമുക്കറിയാം ഡിസ്റ്റൻസ് ലേണിംഗ് മോഡിൽ എന്താ പറയാ എംഫസൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഓഫ് സൂപ്പർവൈസേഴ്സ്, മീഡിയം ആണ് പ്രോബിലിറ്റി. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ആണ്, ബട്ട് വിത്ത് വേരിയേഷൻസ് ഇൻ ഡെപ്ത് ആൻഡ് ആംഗിൾ ഓഫ് ക്വസ്റ്റ്യനിങ്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫോർ സോഷ്യൽ വർക്കേഴ്സ് ആണ്, മീഡിയം ആണ് പ്രോബിലിറ്റി വരുന്നത്. ഷോർട്ട് നോട്ട്സ് ആയിട്ടും ക്രിറ്റിക്സ് ആയിട്ടും ഒക്കെ വരുന്നുണ്ട്, പക്ഷെ എപ്പോഴും ചോദിക്കണം എന്നില്ല, അതുകൊണ്ടാണ് മീഡിയം വരുന്നത്. ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റൽ ആൻഡ് ടാസ്ക് മോഡൽസ് ഓഫ് സൂപ്പർവിഷൻ ആണ്, ഹൈ പ്രോബിലിറ്റി ആണ്, റെക്കറിംഗ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് സ്ട്രെസ് ആൻഡ് ബേൺ ഔട്ട് ആൻഡ് സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ മീഡിയം ആണ്. പ്രൊഫഷണൽ റെലവൻസ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, റീസെന്റ് ആയിട്ട് റെലവൻസ് വരുന്നുണ്ട്. ബ്ലോക്ക് 4 എടുത്താൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ സോഷ്യൽ വർക്ക് ആണ്, മീഡിയം ആണ് അതിന്റെ പ്രോബിലിറ്റി. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഷോർട്ട് നോട്ട്സ് ആയിട്ടും എസ്സേസ് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പോപ്പുലർ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അടുത്തത് സോഷ്യൽ വർക്ക് ഇൻ ചൈൽഡ് കെയർ സെറ്റിംഗ്സ് ആണ്, പ്രോബിലിറ്റി ഹൈ ആണ്. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ഇൻ പ്രാക്ടിക്കൽ ആൻഡ് തിയററ്റിക്കൽ കോണ്ടെക്സ്റ്റ്. അടുത്തത് വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ടോപ്പിക് പ്രോബിലിറ്റി ആണ്. നമുക്കൊരു ഗ്രാഫിന്റെ ഒരു രീതിയിൽ നമുക്ക് ബാർ ചാർട്ടിന്റെ രീതിയിൽ എങ്ങനെയാണ് പ്രോബിലിറ്റി വരുന്നത് എന്നാണ്. അപ്പൊ നമുക്കിപ്പം നോക്കാം. പ്രോബിലിറ്റി ലെവൽ ഏറ്റവും കുറവെന്ന് പറയുമ്പോൾ 1 ലെവലിൽ നിൽക്കുന്നതാണ് പ്രോബിലിറ്റി ലെവൽ ലോ. നമുക്കറിയാം ആ 1ന്റെ അവിടെ കൂടെ ഒരു ലൈൻ പോകുന്നുണ്ട്, സോ ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. മീഡിയം എന്ന് പറയുമ്പോൾ 3, ഓക്കെ, മീഡിയം എന്ന് പറയുമ്പോൾ 2 ആണ്. പിന്നെ ഹൈ എന്ന് പറയുമ്പോൾ 3 ആണ്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നതാണ് 3 താഴെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇങ്ങനെ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സുകളാണ് ഇപ്പോ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലും എന്താ പറയാ ഹൈ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ സോഷ്യൽ വർക്ക് ഇൻ ചൈൽഡ് കെയർ സെറ്റിംഗ്സ്, ഡെവലപ്മെന്റൽ ആൻഡ് ടാസ്ക് മോഡൽസ് ഓഫ് സൂപ്പർവിഷൻ, ഫീൽഡ് പ്രാക്ടിക്കം, ഡിസ്റ്റൻസ് മോഡൽ, സെൻട്രൽ തീംസ് ഇൻ സോഷ്യൽ പ്രാക്ടിക്കം. ഇത്തരം ടോപ്പിക്സ് ആണ് ഹൈ പ്രോബിലിറ്റി ഉള്ളത്. ബാക്കിയൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ ഒരു മീഡിയം പ്രോബിലിറ്റി ആണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സ്ട്രെസ് ആൻഡ് ബേൺ ഔട്ട് ഇൻ സൂപ്പർവിഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫോർ സോഷ്യൽ വർക്കേഴ്സ്, റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഓഫ് സൂപ്പർവൈസേഴ്സ്. ഇത്തരം കാര്യങ്ങളാണ് മീഡിയം ടൈപ്പിൽ പ്രോബിലിറ്റി ഉള്ളത്. ഓക്കെ, അടുത്തത് ഇതിന്റെയൊക്കെ പ്രഡിക്ഷൻസിന് ജസ്റ്റിഫിക്കേഷൻസ് ആണ്. ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ്, അതായത് സെൻട്രൽ തീംസ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുണ്ട് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഡെവലപ്മെന്റൽ ആൻഡ് ടാസ്ക് മോഡൽസ് ഓഫ് സൂപ്പർവിഷൻ ഇന്റഗ്രൽ ടു ഫീൽഡ് വർക്ക് സൂപ്പർവിഷൻ തിയറി ആണ്, സോ അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഫീൽഡ് വർക്ക് പ്രാക്ടിക്കം ഇൻ ഡിസ്റ്റൻസ് മോഡ്, അതായത് നമുക്ക് ഇഗ്നോയുടെ എന്താ പറയാ ഇഗ്നോയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ലേണിംഗ് ഫ്രെയിംവർക്കിൽ നിന്നും ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഫീൽഡ് വർക്ക് പ്രാക്ടിക്കം ഡിസ്റ്റൻസ് മോഡ് എന്ന് പറയുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് അത് ചോദിക്കുന്നുണ്ട്. അടുത്തത് സോഷ്യൽ വർക്ക് ഇൻ ചൈൽഡ് കെയർ സെറ്റിംഗ്സ് ആണ്, ക്രിട്ടിക്കൽ ഏരിയ ഓഫ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ടോപ്പിക്സ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് അങ്ങനെയുള്ളതൊക്കെ അപ്പിയർ ചെയ്യുന്നതാണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എക്സാം സെഷൻസിൽ. എമർജിംഗ് ട്രെൻഡ്സ് നോക്കിയാൽ CSR റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകളും സ്ട്രെസ് മാനേജ്മെന്റും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇപ്പം എമർജിംഗ് ആയിട്ട് റീസെന്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് ആണ്. നമുക്ക് ഓരോ ടോപ്പിക് അനുസരിച്ചിട്ട് എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള രീതിയാണ്, എങ്ങനെയൊക്കെ ഏതൊക്കെ പ്രയോറിറ്റിയിൽ നിന്ന് പഠിക്കണം എന്നാണ്.
ടോപ്പിക് സെൻട്രൽ തീംസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഡീറ്റെയിൽഡ് എസ്സേ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. കോർ കോൺസെപ്റ്റുകളും അതിന്റെ ആപ്ലിക്കേഷൻസ് ഫോക്കസ് ചെയ്യുക. അടുത്തത് ഡെവലപ്മെന്റൽ ആൻഡ് ടാസ്ക് മോഡൽസ് ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻസും എക്സാമ്പിൾസും അതുപോലെ കമ്പാരിറ്റേറ്റീവ് അനാലിസിസും കാര്യങ്ങളും എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഫീൽഡ് പ്രാക്ടിക്കം ഇൻ ഡിസ്റ്റൻസ് മോഡാണ്. ഇഗ്നോ മോഡൽ പഠിക്കുക, ഗ്ലോബൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്കും കാര്യങ്ങളും പഠിക്കുക. അടുത്തതെന്ന് പറയുമ്പോൾ സോഷ്യൽ വർക്ക് ഇൻ ചൈൽഡ് കെയർ സെറ്റിംഗ്സ് ആണ്. പ്രാക്ടീസ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ. സിനാരിയോ ലൈഫ് സിനാരിയോസ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി നോക്കുക. ഫിഫ്ത്ത് വൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫോർ സോഷ്യൽ വർക്കേഴ്സ് ആണ്. കൺസൈസ് ആയിട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക, എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ റിവിഷൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ സോഷ്യൽ വർക്ക് ആണ്. CSR റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, ഫീൽഡ് പ്രാക്ടീസിനെ റിലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടംപററി സോഷ്യൽ വർക്ക് റോൾസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് പഠിക്കാനുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് വേണ്ടതെന്നാണ്. എസ്സേ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻട്രോ, അതുപോലെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സും കൺക്ലൂഷൻസും കൊടുക്കുക, മെയിൻ എന്താ പറയുക ഒരു ബോഡീസും കാര്യങ്ങളും കൊടുക്കുക, പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ കീ ഡെഫിനിഷൻസും കോൺസെപ്റ്റുകളും മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ബുള്ളറ്റ് പോയിന്റ്സ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക ഷോർട്ട് നോട്ട്സിൽ. കേസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ റിയൽ വേൾഡ് സിനാരിയോ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടിക്കൽ നോളജിനെ നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളതാണ്. തിയററ്റിക്കൽ കോൺസെപ്റ്റിനെ പ്രാക്ടിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ 3 മണിക്കൂറാണ് നിങ്ങളുടെ സമയം വരുന്നത്. നിങ്ങളുടെ മെയിൻ എക്സാമിന് മാക്സിമം മാർക്ക് 100 ആണ്. സോ ഈ പറയുന്ന PDFസും കാര്യങ്ങളും എല്ലാം, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന PDFസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, ജനറൽ ഇൻസ്ട്രക്ഷൻസിൽ കൂടെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യാം. നമുക്കിവിടെ പറയുന്നുണ്ട് 600 വേർഡ്സിലുള്ള എന്ത് ചെയ്യുക, 1 and 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ 300 വേർഡ്സിലുള്ള ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ, 150 വേർഡ്സിലുള്ള 4 ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 5 ടോപ്പിക്സ് ഇൻ ക്വസ്റ്റ്യൻ 5, ലിമിറ്റിംഗ് യുവർ ആൻസേഴ്സ് ടു അബൌട്ട് 100 വേർഡ്സ്. 100 വേർഡ്സിലുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ 1 ആണ് 20 മാർക്കിന്റെ. Discuss the central themes in social work practicum, elaborating on their importance in professional training. Next one, or question ആണ്, explain educational, administrative and helping functions of a supervisor in social work field practice. Okay, ഈ 2 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യാം. അടുത്തത് 20 മാർക്കിനാണ്, 2 ക്വസ്റ്റ്യൻ ഉണ്ട്, ഓർ ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. Describe field practicum in the open and distance learning mode with special emphasis on the IGNO model. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത്. അടുത്തത് ഹൈലൈറ്റ് ദ റോൾ ഓഫ് സൂപ്പർവിഷൻ ഇൻ മാനേജിംഗ് സ്ട്രെസ് ആൻഡ് ബേൺ ഔട്ട് എമംഗ് സോഷ്യൽ വർക്കേഴ്സ് പ്രൊവൈഡിംഗ് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്. ക്വസ്റ്റ്യൻ 3 10 മാർക്കാണ്, ഓരോന്നിനും ഏതെങ്കിലും 2 അറ്റൻഡ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഡെവലപ്മെന്റൽ ആൻഡ് ടാസ്ക് മോഡൽസ് ഓഫ് സൂപ്പർവിഷൻ ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം. Explain the competencies required for effective participation in fieldwork practicum. Discuss the scope and challenges of social work in child care settings. Outline the discuss of communication skills for social workers and their application in field settings. അങ്ങനെ
4 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ 4 എണ്ണത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഏതെങ്കിലും 2 എണ്ണം എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചൈൽഡ് കെയർ സെറ്റിംഗ്സ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ വർക്കേഴ്സിന് ഫീൽഡ് വർക്കിലൊക്കെ വേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഏതാണെന്നും, അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഫീൽഡ് വർക്ക് പ്രാക്ടിക്കത്തിൽ നല്ല രീതിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ വേണ്ട കോമ്പിറ്റൻസീസ് എന്താണ്, അതുപോലെ ടാസ്ക് മോഡൽസും കാര്യങ്ങളൊക്കെയാണ് 4 ക്വസ്റ്റ്യൻസിലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ 4 ആണ്. 5 മാർക്കിന്റെ ആണ്. ഏതെങ്കിലും 4 എണ്ണം ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത്. അതിൽ എ എന്ന് പറയുമ്പം what are the key principles guiding agency practice in social work ആണ്. സോഷ്യൽ വർക്കിൽ നമ്മൾ ഏജൻസി പ്രാക്ടീസ് നടത്തുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യുന്ന കീ പ്രിൻസിപ്പിൾസ് ഏതാണെന്ന് എഴുതുക. ബി എന്ന് പറയുമ്പോൾ ഹൈലൈറ്റ് ദ ലേണിംഗ് എക്സ്പെക്ടേഷൻസ് ഫോർ സ്റ്റുഡൻസ് ഡ്യൂറിംഗ് ഫീൽഡ് പ്ലേസ്മെന്റ്സ് വിത്ത് ഫാമിലീസ് ആൻഡ് ഗ്രൂപ്പ്സ്. സോ ബി എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റുഡൻസ് ഈ പറയുന്ന ഫീൽഡ് പ്ലേസ്മെന്റ് ഫാമിലീസ് ആൻഡ് ഗ്രൂപ്പ്സ് ആയിട്ട് നടത്തുമ്പോൾ അവർക്ക് കിട്ടേണ്ട ലേണിംഗ് എക്സ്പെക്ടേഷൻസ് എന്താണെന്നുള്ളതാണ്. സി എന്ന് പറയുമ്പോൾ ഡിസ്കസ് ദി ഇമ്പാക്ട് ഓഫ് സ്ട്രെസ് ഓൺ ദ പ്രൊഫഷണൽ ഫംഗ്ഷനിങ് ഓഫ് സോഷ്യൽ വർക്കേഴ്സ്. സോഷ്യൽ വർക്കേഴ്സിന്റെ പ്രൊഫഷണൽ ഫംഗ്ഷനിങ്ങിൽ അവർ ഫേസ് ചെയ്യുന്ന സ്ട്രെസ്, അതിന് ഇമ്പാക്ട് എന്താണെന്നാണ്. ഡി എന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇറ്റ്സ് റെലവൻസ് ഇൻ സോഷ്യൽ വർക്ക്. അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിന്റെ കോൺസെപ്റ്റും അതിന്റെ റെലവൻസും സോഷ്യൽ വർക്കിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ സോഷ്യൽ വർക്കർ ട്രെയിനി ഇൻ എ റിസർച്ച് സെറ്റിംഗ്. റിസർച്ച് സെറ്റിംഗിൽ സോഷ്യൽ വർക്ക് ട്രെയിനിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്. എഫ് എന്ന് പറയുമ്പോൾ ഡിസ്ക്രൈബ് ദ ക്വാളിറ്റീസ് എസെൻഷ്യൽ ഫോർ ആൻ എഫക്റ്റീവ് ഫീൽഡ് സൂപ്പർവൈസർ. ഫീൽഡ് വർക്ക് സൂപ്പർവൈസറിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഏതെങ്കിലും 4 എണ്ണം ഇതിന് എഴുതാം കേട്ടോ. അടുത്തെന്ന് പറയുമ്പോൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 5 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. സ്ട്രാറ്റജീസ് ഓഫ് സൂപ്പർവിഷൻ ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ വർക്ക് പ്രാക്ടിക്കത്തിലുള്ള എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ് ബിയിൽ ചോദിച്ചിട്ടുള്ളത്. സി എന്ന് പറയുമ്പോൾ നാഷണൽ കോൺഫറൻസ് ഓൺ ചാരിറ്റീസ് ആണ്. ഡി എന്ന് പറയുമ്പോൾ ഫീൽഡ് വർക്ക് ഇൻ ഡോണർ ഏജൻസീസ് ആണ്. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫോർ സോഷ്യൽ വർക്കേഴ്സ് എഴുതുക. എഫ് എന്ന് പറയുമ്പോൾ കറക്ഷണൽ സോഷ്യൽ വർക്കിലുള്ള ആഫ്റ്റർ കെയർ സർവീസുകൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ജി എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എച്ച് എന്ന് പറയുമ്പോൾ റോൾ പ്ലേ ആസ് എ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ടൂൾ ഇൻ സോഷ്യൽ വർക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ എന്ത് ചെയ്യാം, 4 മാർക്കാണ് ഓരോന്നിനും. സോ അതിന്റെ വേർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഏതെങ്കിലും 5 എണ്ണം അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അത് വെച്ച് നമ്മൾ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പർ ഒക്കെ എടുത്തിട്ട് നിങ്ങളൊന്ന് ഇത് നോക്കിയിട്ട് നിങ്ങൾ എക്സാം പോലെ നിങ്ങൾ എഴുതി നോക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെ എഴുതണം, എത്ര ടൈം അലോക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്, നിങ്ങളുടെ ഈ പറയുന്ന പീഡിഎഫ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ലേൺ ബൈസിന്റെ ആപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് യു ക്യാൻ ചെക്ക്. അപ്പോ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാം ഗോ ത്രൂ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കേണ്ടതൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ നോക്കി പഠിക്കുക. സമയമൊക്കെ അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ബൈ. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.